മഹാരാഷ്ട്ര സോളാപൂരിൽ വനിതാ IPS ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി അജിത് പവാർ. സ്ഥിതി വഷളാകാതിരിക്കാനാണ് ഇടപെട്ടത് എന്നാണ് അജിത് പവാർ പറയുന്നത്. പോലീസ് സേനയിലെ വനിതാ ഉദ്യോഗസ്ഥരെ താൻ ബഹുമാനിക്കുന്നുവെന്നും അജിത് പവാർ പറയുന്നുണ്ട്. അനധികൃത മണൽ ഖനനം തടയാനെത്തിയ മലയാളി IPS ഉദ്യോഗസ്ഥയാണ് അജിത് പവാർ ഭീഷണിപ്പെടുത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. हाँ, तो हमको उनको मदद करने का ही काम है सर। मिनिस्टर आपके साथ बोल रहा हूँ, मैं आपको आदेश देता हूँ कि वो रुकवाओ और आप जाओ और तहसीलदार को बताओ कि अजित पवार जी का फोन आया था। डिप्टी चीफ मिनिस्टर ने मुझे कहा ये सब रुकवाने के लिए, क्योंकि अभी मुंबई में जरा അജീഷ് ശകുമാർ ഉണ്ട് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. അജീഷ്, എന്താണ് ഇക്കാര്യത്തിൽ അജിത് പവാർ നൽകുന്ന വിശദീകരണം? അജീഷ്, ഉന്മേഷ്, ഈ സോളാപൂരിലെ ഒരു അനധികൃത ഖനനം അത് തടയാൻ എത്തിയതായിരുന്നു അവിടുത്തെ IPS ഉദ്യോഗസ്ഥയായിട്ടുള്ള അഞ്ജന കൃഷ്ണ. മലയാളി കൂടിയാണ്. അടുത്തിടെയാണ് മഹാരാഷ്ട്ര കേഡറിൽ ആ ജോലി കിട്ടി അവിടെ സേവനം തുടങ്ങുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ്, ഈ സ്ഥലത്ത് എത്തിയപ്പോഴാണ് അവിടുത്തെ ഒരു പ്രാദേശിക NCP നേതാവ് ആ ഫോൺ ഈ അജിത് പവാറിനെ വിളിച്ചതിന് ശേഷം ഈ IPS ഉദ്യോഗസ്ഥയ്ക്ക് നൽകുന്നത്. അങ്ങനെയാണ് ഈ ഫോണിൽ സംഭാഷണം തുടങ്ങുന്നത്. പക്ഷേ ഈ അജിത് പവാർ ആണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലായില്ല അഞ്ജന കൃഷ്ണയ്ക്ക്. ഉടൻ തന്നെ പിന്നീട് ഇതോടെ ഈ അജിത് പവാറിനത് ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ കാണിച്ചു തരാമെന്നുള്ള രീതിയിലായിരുന്നു, തനിക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിലായിരുന്നു മറുപടി നൽകിയത്. ഈ വീഡിയോ വിവാദമായതോടെ ഈ പ്രതിപക്ഷം അടക്കമുള്ള ഉദ്ധവ് വിഭാഗം അടക്കമുള്ളവർ ഈ അജിത് പവാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. അജിത് പവാർ തന്റെ പാർട്ടിയിലെ തന്നെ കള്ളന്മാരെ സംരക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. ഇതോടെയാണ് ഇപ്പോൾ വിശദീകരണമായി അദ്ദേഹം തന്നെ രംഗത്തെത്തിയത്. താൻ അവിടുത്തെ ഒരു സ്ഥിതി വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടപെട്ടതെന്നും ഫോണിൽ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് എക്സ്പോസിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.